കന്നുകാലികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഉം. മനുഷ്യന് കിടന്നുറങ്ങുന്നതും കന്നുകാലികളെ കൂടും ഒക്കെ അടുത്ത് മനുഷ്യൻ്റെ വീടും ഒക്കെ അടുത്തടുത്തായിട്ടുള്ളൊരു അവർക്ക് പ്രത്യേകം ഒരു ഈ മുള കൊണ്ടൊക്കെ ചീന്തിയെടുത്ത നാര് കൊണ്ടുണ്ടാക്കി കുറേ വട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ തീറ്റ കൊടുക്കുന്നു. തൊട്ടപ്പുറത്ത് മനുഷ്യൻ കിടന്നുറങ്ങുന്നു. ഇപ്പുറത്ത് അവരുടെ കട. പിന്നെ നമ്മൾ അരികെ കണ്ട കുറച്ചപ്പുറത്ത് കണ്ട ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ അവിടെ ഒരു രസകരമായ സംഭവം ഉണ്ടായത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിപോലെ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ ഒരു ദീർഘിച്ച യാത്രയുടെ അവസാനത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നസ്രുള്ള സലായിൻ്റെ കൂടെ. സലായി, നമ്മൾ പിന്നെ ഓർമ്മകളിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് നാഥുലയിൽ നിന്നുള്ള തിരിച്ചു മടക്കായിരുന്നു. അതെ, ചൈന ബോർഡറിൽ നിന്ന്. നമ്മുടെ അന്നത്തെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ആ യാത്രയുടെ അവസാനത്തിലേക്ക് അടുത്തു. പിറ്റത്തെ ദിവസം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വൈകുന്നേരം തിരിച്ച് നാട്ടിലേക്ക് ട്രെയിൻ ഏകദേശം ടിക്കറ്റ് കൺഫേം ആണ്. അതെ അതെ. അപ്പോൾ നമ്മൾ അവിടുന്ന് നാഥുലയിൽ നിന്ന് നമുക്ക് അനിഷ്ടകരമായ സംഭവങ്ങൾ മടക്കയാത്രകളുണ്ടായെങ്കിലും അസംസ്കാരം കഴിഞ്ഞ് നമ്മൾ വണ്ടി വന്നു. നമ്മളെ എവിടേക്ക് എത്തിക്കണം? നമുക്ക് നേരെ സിലിഗുരിയിൽ. സിലിഗുരിയിൽ അവിടെ നമ്മൾ എത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള ഏകദേശം എത്ര സമയം യാത്ര ഉണ്ടാവും? 2.5 മണിക്കൂറിൻ്റെ 3 മണിക്കൂറിൻ്റെ 3 മണിക്കൂർ. ഏറ്റവും നമ്മൾ അങ്ങോട്ട് ഏകദേശം ഒരു 4 മണിക്കൂർ യാത്ര ഇവിടുന്ന് വെച്ചിട്ടുണ്ട്. സമയം പിടിച്ച് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഫസ്റ്റ് നമുക്ക് കയറുമ്പോൾ, കാരണം കയറ്റം കയറുന്ന ഒരു പ്രയാസവും ആ ടൈമും ഒക്കെ അങ്ങനെയായിരുന്നു. നേരെ വെച്ച് തിരിച്ച് നമ്മൾ അവിടുന്ന് പോരുന്ന സമയം ഒരു 6 മണി 5:30 6 ഇടയിൽ. അതിൽ നാഥുലയിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇറങ്ങിയത് തന്നെ കുറച്ച് സമയം നമുക്ക് വൈകിട്ടുണ്ട്. പിന്നെ ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അവിടെ നമ്മൾ അഥവാ നാഥുലയിലേക്കൊക്കെ സ്വന്തം യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ ഒരു മുന്നറിയിപ്പ് ശ്രദ്ധിക്കുന്നത് നല്ലത് കൂടെയാണ്. സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക്, പാക്കേജായിട്ട് ചെയ്യുന്നവർക്കല്ല. അവിടെ ഒറ്റയ്ക്ക് പോയി നമ്മൾ സ്വന്തമായി പാസ് എടുത്തൊക്കെ പോകുമ്പോൾ ഇവരുടെ ഇതേപോലുള്ള ഡ്രൈവർമാരുടെ കൂടെ ആയിരിക്കും നമ്മൾ പോവുക. സ്വന്തം വണ്ടിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായ ചില പ്രയാസങ്ങൾ ഉണ്ടാവാം. അതിനൊരു മാനസിക തയ്യാറെടുപ്പ് ഉണ്ടാവണമെന്ന് ഒരു മുൻകൂട്ടി നമ്മൾ അതിനൊരു ധാരണ ഉണ്ടാവണമെന്ന് പറയാൻ വേണ്ടി മാത്രം. എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളാം എന്ന് നിർബന്ധമല്ല. പല ആളുകളും നല്ല ഡ്രൈവർമാരും കാര്യമുണ്ട്. നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മൾ അവിടുത്തെ റൂം ബോയ് തന്നെ നമ്മളോട് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും അനിഷ്ടകരമായ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയണ്ടായി. കാരണം ഡ്രൈവർമാർ അവിടെയുള്ള ഇപ്പം ഗാങ്ടോക്കിലുള്ള ഡ്രൈവർമാരുണ്ടാവാം. അതുപോലെ തന്നെ നേരത്തെ നമുക്ക് കിട്ടിയ ഡ്രൈവർ പുറത്തുള്ളവരാണ്. അതെ, അവന് എനിക്ക് തോന്നുന്നു നേപ്പാൾ ആ ഭാഗത്ത് എവിടെ ഉള്ളവരാണ് തോന്നുന്നു. അപ്പം അവൻ്റേതായിട്ടുള്ള സ്വഭാവം കാണിച്ചു എന്നേ ഉള്ളൂ. എല്ലാവർക്കും അങ്ങനെ വന്നോളണമെന്നില്ല. എന്തായാലും തിരിച്ച് നമ്മൾ വൈകുന്നേരം 5:30 മണിക്കടയിൽ അവിടെ നിന്ന് ഇറങ്ങുന്നു. അവിടെ നമുക്ക് 9 മണിക്ക് എവിടുന്ന് സിലിഗുരിയിൽ നിന്ന് ലാസ്റ്റ് ബസ്സാണ് പൂർണിയിലേക്ക്. കാരണം നമുക്ക് പൂർണിയിലേക്ക് കിട്ടണം. അതെ, എന്നുള്ളതായിരുന്നു നമ്മളെ കണ്ടീഷൻ. അവിടെ എത്തിയിട്ട് സ്വൈലക്തർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ദാൽക്കോലയിൽ. അപ്പോൾ സ്വൈലക്തറിൻ്റെ വീട്ടിലേക്ക് അവിടെ എത്തുകയാണെങ്കിൽ അവിടെ കിടക്കാനുള്ള സംവിധാനമൊക്കെ റെഡിയാക്കാം എന്ന് പറഞ്ഞിരുന്നു. അവസാനത്തെ ബസ് 9:30 9:20 9:30 ഏകദേശം 9-9:30 ഇടയിൽ പോകുന്നു പറഞ്ഞു. നമ്മൾ ആ സമയത്ത് തന്നെ സലായപ്പനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏകദേശം വണ്ടി റെഡിയാവുക. അപ്പം അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ ആ ഒരു യാത്ര അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു നിശ്ചിത സമയം ലക്ഷ്യമാക്കിയിട്ടുള്ളൊരു തിരിച്ചുള്ള യാത്ര, അതിവേഗതയിലുള്ളൊരു യാത്ര. അതെ അതെ അതെ. നമ്മൾ വിചാരിച്ചതിനേക്കാൾ സ്പീഡിൽ അവനെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്തിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് അവർ നമ്മോട് കോൺട്രാക്ട് ചെയ്തിട്ടുള്ളൊരു ക്യാഷിനേക്കാൾ നമ്മൾ അവന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തൃപ്തിപ്പെട്ട് അവന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവന് ഭയങ്കരമായിട്ട് കാരണം അവർക്കൊന്നും അത്ര അങ്ങനെ ഒരു അനുഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ നല്ലൊരു റെസ്പോൺസായിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷേ അത്രയും വേഗതയിൽ നമ്മൾ അവിടെ, പ്രത്യേകിച്ചും നമ്മൾ ഇവിടെ സിലിഗുരിയിലെത്തും. സിലിഗുരി വെസ്റ്റ് ബംഗാൾ അല്ലേ, എൻ്റെ ഭാഗമല്ലേ. അപ്പോൾ അവിടെ എത്തുമ്പോൾ ആ ഒരു ബംഗാളിൻ്റെ ഒരു ബഹളമയമായ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളവിടെ എത്തുന്നത്. പൊടി പിടിച്ച ആകെ. പക്ഷെ അവിടെ മുകളിൽ നിന്നുള്ള തണുപ്പെല്ലാം വിട്ടു. അതൊക്കെ പോയി. താഴത്തേക്ക് ഭയങ്കര ചൂടും അന്തരീക്ഷമൊക്കെ മാറി മൊത്തത്തിൽ ബഹളമായി. നമ്മൾ ആ ഒരു സിലിഗുരി എന്ന് പറഞ്ഞാൽ തന്നെ ന്യൂ ജയ്പാൽഗുരി അതുപോലെ തന്നെ സിലിഗുരി ആകാൻ നല്ല തിരക്കുള്ള സമയം കൂടിയാണ് ആ ടൈം എന്ന് പറയുന്നത്. അവിടത്തേക്ക് നമ്മൾ 9:30
മണിക്ക് എന്തായാലും ബസ് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഏജൻറ്റ് നമ്മൾ ഓക്കെ പറയണത്. ഓക്കെ, വണ്ടി പോയിട്ടില്ല, നിങ്ങൾ വന്നോളൂ, റെഡി ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ്. അതെ അതെ. അങ്ങനെ നമ്മൾ 9:10 അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ 9:10 എത്തിയിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നോക്കി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ബസ്സില്ല. അതെ. അവസാനം ഇവൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പം അവൻ മേലോട്ട് ബസ് അവിടെ ഈ നമ്മൾ നേരത്തെ ഫസ്റ്റ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഈ ഏജൻറ്റുമാർ നമ്മളെ വിളിച്ച് നമ്മളെ ക്യാഷ് കയ്യിലാകുന്നത് വരെ നമ്മൾ സുഹൃത്തുക്കളായിരിക്കും. കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, അവർക്ക് നമ്മുടെ ഉത്തരവാദിത്തമില്ല. അവൻ അത് നമ്മളോട് അങ്ങനെ തുറന്ന് പറയുകയും ചെയ്തു അല്ലേ, നമ്മളങ്ങോട്ട് തർക്കിച്ചെന്ന് പോകാൻ തുറന്ന് പറയുകയും ചെയ്തു. ഇത് നിങ്ങളത് പിന്നെ നിങ്ങളവിടെ കൊണ്ട് തിരിച്ചു ഇവിടെ എത്തിക്കുക എന്നുള്ള മാത്രമേ എൻ്റെ ഉത്തരവാദിത്തമുള്ളൂ, ഇവിടുന്ന് ബസ് കയറ്റലൊന്നും എൻ്റെ ഉത്തരവാദിത്തമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുറേ നമ്മോട് പിന്നെ സംസാരിക്കുകയും ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ നമ്മളെ വിളിച്ച് എന്നൊക്കെ ചോദിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമായി. ഏതായാലും അന്നത്തെ ഒരു ദിവസം അത് അങ്ങനെയായിരുന്നു വിധി. പിന്നെ യാത്രയിൽ എന്തും പ്രതീക്ഷിക്കാം. അതെ, എന്തും പ്രതീക്ഷിക്കാം നമ്മൾ. പക്ഷെ അന്നിങ്ങോട്ട് നമ്മൾ കുറേ ആശങ്കയിൽ അവിടെ നിന്ന് കുറേ സമയം തീരുമാനം എടുക്കാൻ എന്ത് ചെയ്യണം, ഇവിടെ റൂം കിട്ടുമോ. അതെ അതെ അതെ. അതിന് സുഹൈൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ പിന്നെ താമസം മാറാണ്. ഇവർ നമ്മളെ കുറേ പ്രലോഭിപ്പിച്ചു, 2-3 റൂം കാര്യം അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മളവരെ എന്താ പറയുക, നമ്മളവരെ ഒഴിവാക്കി പോകാൻ പറഞ്ഞ്. പിന്നെയാണ് സുഹൈൽ അക്തർ പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ പേര് എനിക്കും ഓർമ്മ കിട്ടുന്നില്ല. ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ റൂമുണ്ടോ, എൻ്റെ സുഹൃത്തിൻ്റെ പരിചയത്തിൽ റൂം, അവിടെ ചെന്നാൽ മതി പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു. കുറേ കറങ്ങിപ്പോയി. ചോട്ടി മസ്ജിദ് എന്ന സ്ഥലമാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ, കുറേ കറങ്ങിയിട്ടാണ് നമ്മൾ ചോട്ടി മസ്ജിദ് എത്തുന്നത്. ഈ റിക്ഷയിൽ ഉന്തി പോവല്ലേ. അതെ അതെ, റിക്ഷയെ വിളിച്ചിട്ടാണ് നമ്മൾ പോണത്. അവന് നമ്മൾ ആദ്യം പറഞ്ഞത്, എനിക്ക് തോന്നുന്നത് ഇവിടത്തെ എത്തിക്കാൻ 100 രൂപയാണ് പറഞ്ഞത്. അവിടെ എത്തുമ്പോഴേക്കും 150 വേണം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായി. രാത്രി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അന്യദേശക്കാരാണെന്ന് മനസ്സിലാക്കിയാൽ ഉണ്ടാകാവുന്ന ചില പ്രയാസങ്ങളൊക്കെ നമ്മളവിടെ പ്രതീക്ഷിക്കുകയും ചെയ്തു. എന്നാലും നമ്മളവനെ പറഞ്ഞിട്ടു. പിന്നെ നിങ്ങളെ സുഹൈൽ അക്തർ പറഞ്ഞ റൂം അല്ലാത്തൊരു റൂമാണ് പിന്നെ നമുക്കവിടെ കിട്ടുന്നത്. സുഹൈൽ അക്തർ പറഞ്ഞ റൂമിൻ്റെ അടുത്ത് ചെന്നു. പക്ഷെ അവിടെ എന്തില്ല, തൊട്ടടുത്ത് അപ്പുറത്തുള്ള റൂമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ 2 സ്ഥലത്ത് നമ്മൾ പോയി നോക്കി. ആദ്യം ഞാനും നിസാറും അവിടെ പോകുന്നത്, സുലൈം പിന്നെ ബഷീർ മാഷ് അവിടെ നിന്നു. പക്ഷെ അവർ പറഞ്ഞ റൂമില്ല. മറ്റൊരാൾ പറഞ്ഞ റൂമിന് ഒരു സ്ഥലത്ത് റൂം അത്ര ഒരു സൗകര്യം ചാർജ് അധികമായി തോന്നി. പിന്നെ നമ്മൾ അരികെ കണ്ട കുറച്ചപ്പുറത്ത് കണ്ട ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ അവിടെ ഒരു രസകരമായ സംഭവം ഉണ്ടായത്. പിന്നെ അപ്പോൾ ആ സമയത്ത് സുലൈ റൂമിൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ആ ഹോട്ടലിലെ ആളുണ്ട്. അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കുമ്പം ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്, 10:45 ഇതൊക്കെ അവിടെ പൂട്ടാനുള്ള സമയമാണ്, ലാസ്റ്റ് ടൈമാണ്. അപ്പോൾ അവിടുത്തെ ഈ ജീവനക്കാരൻ ഭക്ഷണം കൊണ്ടുവരുന്ന സപ്ലയർ അതൊക്കെ ഇങ്ങനെ നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഭയങ്കര ചടപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്താ അപ്പോൾ ഫുഡ് കഴിക്കാൻ എന്താണെല്ലാം ചോദിക്കുമ്പോൾ അവന് ഭയങ്കര മടി. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ മലയാളം പറഞ്ഞിട്ട് കേരളം, അതിലും എൻ്റെ ഭാവമൊക്കെ ആകെ മാറി. കേരളം അപ്പൊ വേഗം എടുക്കാൻ പോകുന്നു. കാരണം ഓനെ നമ്മളോട് പിന്നെ നല്ല ഇവിടെ പാലക്കാട് ഭാഗത്ത് എവിടെയോ അവൻ്റെ ആരോണ്ട് അനിയൻ ജോലി അത് പറഞ്ഞു. ശരിയാണ്. പിന്നെ റൂം അവിടെ തന്നെ തൽക്കാലം ഒപ്പിക്കുന്നു. അവിടുന്ന് ഭക്ഷണം നന്നായി, നല്ല ഭക്ഷണമായിരുന്നു. അവിടെയൊക്കെ നമ്മൾ പിന്നെ 2 ഭാഗവും നമ്മളവിടെ കാണുന്നുണ്ട്. അഥവാ നമ്മൾ പറ്റിക്കപ്പെടുന്നൊരു ഏരിയ ഒരു ഭാഗത്തുണ്ട്. നേരെ മറിച്ച് തിരിച്ച് ഇപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണോ എന്നറിയില്ല. എന്തായാലും പിന്നെ നമ്മൾ ആ ഒരു ഭാവവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ മലയാളികൾ വന്നിരുന്നു, കേരളക്കാർ വന്നിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് വളരെ മാന്യമായ രൂപത്തിൽ മിതമായ ഒരു റൂം, 4 പേര് നമ്മളൊറ്റ റൂമിലാണ് നിന്നത്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നാൽ വലിയ ചാർജ് ഈടാക്കുന്നവരും ഉണ്ട്. നമ്മൾ നല്ലൊരു കുഴപ്പമില്ലാത്ത റൂം നമ്മളവിടെ കിട്ടി, നല്ല ഫുഡ് കിട്ടി. പ്രശ്നം എന്താ വെച്ചാൽ കറണ്ട് ഇടക്കിടക്ക് പോകും. അതവിടുത്തെ സ്ഥിരം പിന്നെ പല്ലവിയാണ് എന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്തായാലും പിറ്റേന്ന് രാത്രി ഒരുപാട് സ്ഥലമായി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് വല്ല ട്രെയിനും ഉണ്ടോ? അതെ അതെ, രാത്രി പോവാന് രാത്രി പോവാനുള്ളത്. ഇനി രാവിലെ എപ്പോഴാണുള്ളത്? പക്ഷേ ട്രെയിനിന്റെ കാര്യമൊക്കെ അവസാനം പിന്നെ നമ്മൾ തീരുമാനിക്കും. ട്രെയിൻ ഉണ്ടായിരുന്നു തോന്നുന്നു.
പക്ഷെ നമുക്ക് രാത്രി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. പിന്നെ കഴിഞ്ഞ് രാവിലത്തെ അല്ല, രാവിലെ 5 മണിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു, ഡയറക്റ്റ് നേരിട്ട് കട്ടിയാറിലേക്ക്. അത് നമ്മൾ എന്തൊക്കെയോ കാരണം കൊണ്ട് അത് കിട്ടാതെയായി. നമുക്ക് പിറ്റേന്ന് രാവിലെ നമ്മൾ ബസ്സിന് പോകാമെന്ന് തീരുമാനിച്ചു. ബസ്സിന് പോകാൻ തീരുമാനമായി. രാവിലെ റൂം വാക്കറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇവർ എണീക്കാത്തൊരു ഉണ്ടായിരുന്നു. ആധാർ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസയൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു. പക്ഷേ ഇവർ എണീക്കുന്നില്ല എന്നൊരു വിഷയം വന്നു. പിന്നെ അവിടെ റൂമൊക്കെ നമ്മൾ തുറന്നു പോന്ന്. പിന്നീട് നമ്മൾ ബസ്സിനാണ് പോണത്. ബസ്സിന് പോകുമ്പോഴും ഇതൊക്കെ ഈ പറഞ്ഞ യാത്രയിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, അത് പോകാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. ഓടിച്ചെന്ന് ബസ്സിനൊക്കെ നമ്മളെ വിളിച്ച് നമ്മളെ സ്നേഹത്തിലേക്ക് പിന്നെ മിക്കവാറും ഒന്നെങ്കിൽ നമ്മൾ സൗകര്യമില്ലാത്ത വണ്ടിയായിരിക്കാം. ദീർഘയാത്രയൊക്കെ ആകുമ്പോൾ 2-3 മണിക്കൂറൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വണ്ടിയായിരിക്കണം. 3.5 മണിക്കൂർ 4 മണിക്കൂറിന് അടുത്ത് ഏകദേശം ഉണ്ട്. പക്ഷെ ആ വണ്ടി വളരെ സ്ലോ ആയിരുന്നു. വണ്ടി വളരെ സീറ്റൊക്കെ തീരെ അല്ലാത്തുള്ള സീറ്റായിരുന്നു. ആദ്യം പൈസ വാങ്ങി വെക്കും. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ബസ്സിൽ കയറുന്നതിന് മുമ്പേ നമ്മൾ പൈസ കൊടുക്കണം. എന്നിട്ടാണ് നമുക്ക് സീറ്റും കാര്യമൊക്കെ അനുവദിച്ച് ആ സീറ്റിൽ പിന്നെ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ആദ്യം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ നേരെ എത്തുന്നത് ദാൽഖോലയിലാണ്. ഏകദേശം ഒരു 2.5-3 മണിക്കൂർ യാത്ര ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ കിട്ടി. അതെ, മഴയൊക്കെ നല്ല രസകരമായി നല്ല മഴ ഉണ്ടായിരുന്നു. തിരിച്ചുള്ള യാത്രയും അത്യാവശ്യം നല്ല. ഈ വെസ്റ്റ് ബംഗാൾ പിന്നെ കിഷൻഗഞ്ച് ഏരിയയിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ, നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഇരുഭാഗത്തും പിന്നെ പരന്ന് കിടക്കുന്ന ഈ ചായത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മളെ യാത്ര ഉണ്ടായിരുന്നത്. ഒരു മലമുകളിൽ നിന്നും താഴെ വന്ന് സിറ്റിയിൽ നിന്ന് പിന്നെ നമ്മൾ സിറ്റിയിലാണ് സത്യം പറഞ്ഞാൽ ഈ ഇതുള്ളത്. പിന്നെ ആസാമിലെ ഈ തേയിലകളൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. എന്തായാലും നമ്മൾ നേരെ സുഹൈൽ അക്തറിൻ്റെ വീട്ടിലെത്തുന്നു. സുഹൈൽ അക്തറിൻ്റെ വീട് എന്ന് പറയുന്നത് അത് മറ്റൊരു പിന്നെ ഒരു കഥയാണ് സത്യം. ആദ്യമായിട്ട് കാണുകയാണ് പുള്ളിക്കാരനെ. അതെ, കാരണം സുഹൈൽ അക്തറിനെ വെച്ചാൽ എനിക്കുള്ള പരിചയം ഞാൻ 2015-16 കാലഘട്ടത്തിൽ നാദാപുരം അൽഫുർഖാൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് സുഹൈൽ അക്തറിന് നമ്മളവിടെ ഒരു 1-2 വർഷം അവിടെ സുഹൈൽ അക്തർ ഉണ്ടായിരുന്നു ഇഫ്ലു പഠിപ്പിക്കാൻ. അതെ. അങ്ങനെ ഒരു മലയാളി ചോയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയില്ല ആ ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ സുഹൈൽ അക്തർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ ഒരു കോണ്ടാക്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ, അന്ന് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ചെറിയ ട്രിപ്പുകളൊക്കെ ഇങ്ങനെ തൊട്ടടുത്തൊക്കെ പോവാറുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കോണ്ടാക്റ്റിലൂടെ സുഹൈൽ അക്തറിനെ നമ്മൾ കാണും. അപ്പം നമ്മളവിടെ ദാൽഖോലയിൽ ഇറങ്ങിയിട്ട് സുഹൈൽ അക്തർ വരുന്ന രംഗമുണ്ട്, നമ്മൾ കുറേ കാലത്തിന് ശേഷം കാണാണ്ട്. ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് സുഹൈൽ അക്തർ അപ്പോൾ പറയുമ്പോഴും അവൻ്റെ വീടിനെ കുറിച്ച് നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുമ്പോഴല്ലേ ശരിക്കും ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത്. പരമദരിദ്രരായിട്ടുള്ള, അത് വളരെ നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ രാംഘാട്ടിൽ നിന്ന് കണ്ടതിനേക്കാൾ വേറൊരു വ്യത്യസ്തമായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ടൗണിനോട് ചേർന്ന് നിൽക്കുന്നൊരു ഗ്രാമം. ടൗണിൽ നിന്ന് കുറച്ചപ്പുറത്തേക്ക് ചേർന്ന് നിൽക്കുക. നമ്മൾ രാംഘാട്ട് പറഞ്ഞപ്പം അത് പൂർണ്ണമായിട്ടും ടൗണിൽ നിന്ന് ദൂരമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമമായിരുന്നു. ഇത് ടൗണിലോട് ചേർന്ന് കിടക്കുന്ന, ടൗണിൻ്റെ എല്ലാ വാസനകളും ഉള്ള ഒരു ഒറ്റപ്പെട്ട ഗ്രാമം അല്ലേ. എന്നാൽ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത് വീടുകളുള്ള ഒരു ഗല്ലി. ശരിക്കും രാംഘട്ടില് പിന്നെ റഹ്മത്തുള്ളാന്റെ വീട്ടിൽ നിന്നും അങ്ങനെ ഗല്ലി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സെപ്പറേറ്റ് കുറച്ച് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് തീരെ ഗ്യാപ്പില്ലാത്ത, പിന്നെ കന്നുകാലികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും മനുഷ്യന് കിടന്നുറങ്ങുന്നതും കന്നുകാലികളെ കൂടും ഒക്കെ അടുത്ത്, മനുഷ്യൻ്റെ വീടും ഒക്കെ അടുത്തടുത്തായിട്ടുള്ളൊരു, അവർക്ക് പ്രത്യേകം ഒരു ഈ മുള കൊണ്ടൊക്കെ ചീന്തിയെടുത്ത നാര് കൊണ്ടുണ്ടാക്കി കുറേ വട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ തീറ്റയിട്ട് കൊടുക്കുന്നു. തൊട്ടപ്പുറത്ത് മനുഷ്യൻ കിടന്നുറങ്ങുന്നു, ഇപ്പുറത്ത് അവരുടെ കട, ഇങ്ങനെയുള്ളൊരു സംവിധാനം. തൊട്ടപ്പുറത്ത് വയൽ. ഒരു ഈ പറഞ്ഞ പോലെ സുന്ദരമാണോ എന്ന് ചോദിച്ചാൽ വളരെ നമുക്ക് തീരെ കാണാത്ത ആളുകൾക്ക് സൗന്ദര്യമുള്ളൊരു ഗ്രാമം. എന്നാൽ ഈ വൃത്തിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പരമദരിദ്രരായിട്ടുള്ള ആളുകൾ, എനിക്ക് തോന്നുന്നു കൂടുതലും മുസ്ലിം ഏരിയയാണ് അവിടെ. പള്ളികളും കാര്യങ്ങളും ഉണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നുണ്ട്, സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു പിന്നെ UP സ്കൂൾ അവൻ കാണിച്ചു, എൻ്റെ വൈഫ് ജോലി ചെയ്യുന്ന ഈ ഒരു അപ്പർ പ്രൈമറി സ്കൂളുണ്ട്, അത് കാണിച്ചു. അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഏരിയയാണ്. ഇവൻ തന്നെ ഒരു CSE ഏജൻ്റാണ് അല്ലേ, ഒരു അക്ഷയ പോലത്തെ നടത്തുന്നു, ആളുകൾക്ക് സേവനം ചെയ്തു കൊടുക്കുന്നു.
അപ്പോൾ അവൻ തന്നെ സ്വന്തം വീട് നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് തന്നെ നമ്മൾ പോകുമ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. കാരണം അത്രയും ദാരിദ്ര്യം പിടിച്ച് അങ്ങനെ എന്താണ് നമ്മൾ കുമ്പിട്ട് പോകാൻ പറ്റും, കുനിഞ്ഞു കയറാൻ. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോ, നമ്മളുടെ ഇവിടെയൊക്കെ നമ്മളൊക്കെ കണ്ടു പഠിക്കേണ്ട കുറേ ആതിഥ്യ മര്യാദകൾ. അതായത് അവർക്കൊരു ബേജാറോ പ്രശ്നമൊന്നുമില്ല. കാരണം 4 ആൾ 5 ആൾ ഒക്കെ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മളാകെ ബേജാറാവും. നമ്മളെ വീട്ടിൽ പിന്നെ സോഫ ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ക്ലിയർ ആയിട്ടില്ല, അതല്ലെങ്കിൽ മേശയ്ക്ക് വിരിയില്ല, ഭക്ഷണം നമ്മൾ വിചാരിച്ചത്ര കണ്ടീഷനല്ല. അങ്ങനെ രൂപത്തിലൊക്കെ ഇവർക്ക് ആ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ വളരെ സൗമ്യമായി സുന്ദരമായി അതിഥികളെ സ്വീകരിക്കുന്നു. അവർ കിടക്കുന്ന ബെഡിലാണ് നമുക്ക് സുപ്ര ഒരുക്കണത്. സുപ്ര വെക്കുന്നു, നമുക്ക് വേണ്ട ചായയും കാര്യങ്ങളും തരുന്നു. അവിടെ നമ്മൾ നേരെ യാത്ര തിരിക്കുകയാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് അവനെ ഒരു ഡോക്ടർ അവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ടൊരു വീട് റെഡിയാക്കി ഭേദപ്പെട്ട റൂമിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അത് തലേ ദിവസം നമ്മൾ എത്തും വിചാരിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയ വീടാണ്. പക്ഷെ നമ്മൾ ദൗർഭാഗ്യവശാൽ അവിടെ തന്നെ കുടുങ്ങി, സിലിഗുരി കുടുങ്ങിയിരിക്കുകയാണ്. രാവിലെ എത്തി അവൻ്റെ അവിടെ കാണിച്ചു തന്നു. അവിടെ നമ്മൾ ഫ്രഷായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, പിന്നെ അവിടെ നിന്ന് യാത്ര തിരിക്കണം. അല്ലേ, നേരെ നമുക്ക് എത്തേണ്ടത് പൂർണിയ രാംഘാട്ടിലെ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെയാണ്. പിറ്റേ ദിവസം നമുക്ക് അന്ന് നമുക്ക് ട്രെയിന് വൈകുന്നേരം ട്രെയിനാണ് ഭഗൽപൂരിൽ നിന്നാണ്. 7 മണിക്കാന്ന് തോന്നുന്നു. വൈകുന്നേരം 6:50 ഭഗൽപൂരിൽ നിന്ന് ട്രെയിന്. ഭഗൽപൂരിൽ നമുക്ക് നിങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ദുൽഫുഖാറിനെ കാണാറ്. അതും ഈ പറഞ്ഞ പോലെ മലയാളികളെ ഏറെ സ്നേഹിക്കുന്ന അദ്ദേഹം എപ്പോഴും എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മളെ യാത്ര. പൂർണ്ണയിൽ നമ്മൾ എത്തുന്നു. പൂർണ്ണയുടെ റഹ്മത്തിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പോയി ഓട്ടോയിൽ പോയിട്ട് എടുക്കുന്നു. അവരോട് എന്താ പറയുക, അവർ നമുക്കെല്ലാ യാത്രക്കുള്ള ഭക്ഷണവും കാര്യമൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വല്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാം പാക്കാക്കി കയ്യിൽ എത്രങ്ങാനും ഭക്ഷണങ്ങൾ. അതെ, 4 ആൾക്കും അതിനപ്പുറത്തുള്ള ഭക്ഷണം നമുക്ക്. പക്ഷെ നമുക്കത് കഴിക്കാൻ പറ്റില്ല. കാരണം തിരിച്ചവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര നമുക്ക് ഭഗൽപൂരിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിലാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഓട്ടോ പിടിക്കുന്നു, പൂർണിയ ബസ് സ്റ്റാൻഡിലെത്തുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ നേരെ ഭഗൽപൂരിലേക്കുള്ള ബസ് കയറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു. അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. ഭക്ഷണം നമ്മളെ കയ്യിൽ തന്നെയുള്ളത്. നമ്മൾ നേരെ ഭഗൽപൂർ ചെന്നിറങ്ങുന്നു. ഭഗൽപൂർ ചെന്നിറങ്ങുമ്പോൾ നിങ്ങളെ ദുൽഫുഖാർ പറഞ്ഞൊരു സ്ഥലത്തേക്ക് നമ്മൾ അവിടുന്ന് ഓട്ടോ ഓടിച്ച് പോവുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭഗൽപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ച് പോകണം അല്ലേ. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു കുറച്ച് സമയമുണ്ട്. അടുത്താണെന്ന് പറഞ്ഞു, കുറച്ചടുത്താണ്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താന്ന് പറഞ്ഞാൽ പോയി ഓട്ടോ എടുത്ത് പോകുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ടൈം എന്തായിട്ടുണ്ട്, പിന്നെ പിടിച്ചിട്ടുണ്ട്. നമ്മളപ്പോഴേ അവരോട് പറഞ്ഞിട്ടുണ്ട് വീട് കണ്ട് തിരിച്ചു പോരാം. ഭഗൽപൂർ എന്ന് പറയുന്നത് ശരിക്കും സിൽക്ക് സിറ്റി ഓഫ് ഇന്ത്യ. അത് വലിയൊരു എന്താ പറയുക, ഓരോ വീട്ടിലും കൈത്തറി. അത് വലിയൊരു കാഴ്ചയായിരുന്നു നമുക്ക്. കാരണം ഓരോ ഗല്ലികളുടെ ഇടയിലൂടെ പോയി നമ്മൾ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നതിന് മുമ്പ് കോലാംപൂർ ചമ്പാനഗർ കോലാംപൂരിലാണ്. അവിടെ എത്തി നമ്മൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. അത് അവിടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബീഹാറിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമങ്ങളും ഇതെങ്ങനെ പെട്ടെന്ന് ആകണം മാറുകയാണ്. ടൗൺഷിപ്പ് ഫുള്ള് പിന്നെ ഇഷ്ടികളുടെ ഒരു നഗരം, അത്രയും ഗല്ലി. പണ്ടത്തെ ഒരാൾക്ക് നടന്നു പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ 2 വീടുകൾക്കിടയിൽ. റോഡുണ്ട്. റോഡിൽ നിന്ന് വീടുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നേരെ ഒരാൾക്ക് ഇടനാഴികകളാണ് തിരിച്ചവിടുന്ന് ഇങ്ങോട്ട് ആൾ വരുന്നുണ്ടെങ്കിൽ മറ്റൊരു ഗ്യാപ്പിലേക്ക് കയറി നിൽക്കണം. അത്രയും അടുത്തടുത്ത് വീടുകൾ. പക്ഷേ ഓരോ വീട്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൈത്തറി, മറ്റേ വലിയ വലിയ കമ്പനികളൊക്കെ നൂല് കൊണ്ടുവച്ച് ലിനൻ ഡ്രസ്സിൻ്റെ ഏറ്റവും വലിയ പിന്നെ കയറ്റുമതി, പ്രത്യേകിച്ച് നമ്മൾ ബാംഗ്ലൂർ അടക്കമുള്ള വൻ നഗരങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നത് ഇവിടുന്നാണ്, ഭഗൽപൂരിൽ നിന്നാണ്. ദ ലിലൻ സിറ്റി, അതുപോലെ തന്നെ സിൽക്ക് സിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ അവിടെ എഴുതി വെച്ച് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അവിടെയും നമുക്ക് വളരെ ഊഷ്മളമായ സ്വീകരണമായിരുന്നു. അവിടെ നമ്മൾ ചർക്കയും ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അല്ല, അവിടുന്ന് നമ്മൾ ദുൽഫുഖാറിന്റെ വീട് കണ്ടില്ലേ? അതെ, ഒറ്റ വീട് എന്ന് പറഞ്ഞ റൂം മാത്രം. അത് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് ആ ബിൽഡിങ് താഴെ അണ്ടർഗ്രൗണ്ടിൽ ഇതിന്റെ പിന്നെ നൂല് കൈത്തറി ഇടതും, മുകളിലുള്ള ഒരു സ്റ്റെപ്പിലൊരു റൂം. ആ റൂമിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു അടുക്കളന്റെ ഒരു ഭാഗം, ചെറിയൊരു ബാത്റൂം. എത്ര ചെറിയ ബാത്റൂം, ഡോറില്ല, തൂക്കിയിട്ടൊക്കെയാണ്. പിന്നെ നമ്മൾ ആ ബെഡിൽ കയറി ഇരുന്നിട്ട് അവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി. ഞാനതാ പറഞ്ഞത്, അവരുടെ ബെഡ്റൂമിൽ അവരുടെ ബെഡിലാണ് നമ്മൾ സൂപ്പർ ഒരുക്കുന്നത്. അതും നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമായിരുന്നു. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം നന്നായി
നമ്മളെ സൽക്കരിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ നമ്മളെ കൂടെ ഇരുത്തി നന്നായി നമ്മൾ ചെറിയ കുഞ്ഞു മക്കളാണൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലൊക്കെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു എല്ലാം. അവിടെ പിന്നെ ഒരു എൻ്റെ ഇടയ്ക്ക് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. അതെ ഒരു ടെറസിന്റെ മുകളിൽ യെസ്, അതെ, ഒരു ഓടിപ്പാച്ചിലായിരുന്നു മൊത്തത്തിൽ. അദ്ദേഹത്തിൻ്റെ അളിയനുണ്ടായിരുന്നു അവിടെ. നമുക്ക് ചർക്ക പരിചയപ്പെട്ടു കൈകൊണ്ട്. പണ്ട് ഗാന്ധിജിയുടെ ഒക്കെ പരസ്യത്തിൽ കാണുന്ന ഗാന്ധിജി ചർക്ക നൂൽക്കുന്ന ചർക്കയുണ്ടല്ലോ, അതൊക്കെ നമ്മളവിടെ പരിചയപ്പെട്ടു. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. അപ്പോൾ താഴെ മിഷനറി ആയിട്ടുണ്ടെങ്കിലും ഇതവർ വിട്ടിട്ടില്ല. നല്ല കൈത്തറി അറിയാവുന്ന ആളുകൾ ഇപ്പം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞ്. എന്തായാലും അവിടുന്ന് നമ്മൾ ധൃതി പിടിച്ചിട്ട് നേരെ ഭഗൽപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. പക്ഷേ തിരിച്ച് നമ്മൾ ആശങ്കപ്പെടുത്തി എന്താ വെച്ചാൽ ഭയങ്കര ജാമായി റോഡ്, ട്രാഫിക് ജാം ഭയങ്കര. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എന്തോ മുദ്രാവാക്യങ്ങൾ വരുന്നു, സമരം വരുന്നു, അതുണ്ടായിരുന്നു. ഒരു സമ്മേളനമായിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള വഴിയുടനീളം അത്രയും തിരക്ക് പിടിച്ചാൽ എന്തൊക്കെയോ കച്ചവടങ്ങൾ, മീൻ, അത് ഇത് ഭയങ്കര ജീവിതം. ശരിക്ക് അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങാടികളിലൂടെ ആസ്വദിക്കുകയാണ്. കച്ചവടം രാവും പകലും അവർ ഒരു രാത്രി 10 മണി വരെയൊക്കെ എനിക്ക് തോന്നുന്നു സജീവമാണ് അവിടുത്തെ അങ്ങാടികളൊക്കെ. മീൻ മാർക്കറ്റ്, അതുപോലെ തന്നെ ചെരുപ്പ്, അതുപോലെ ഒന്നിന് ഇന്നൊരു നിശ്ചിത സ്പേസ് ഒന്നും വേണ്ട, എവിടെയുള്ളത് അതാണ്. അതെ അതെ. എന്തായാലും ഓടിക്കതച്ചാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. ഭഗൽപൂർ റെയിൽവേ മേടിച്ചു പോയി ട്രെയിൻ മിസ്സാവോന്ന്. ജസ്റ്റ് പാസ്സാണ് നമ്മൾ. ജസ്റ്റ് പാസ് എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ ജസ്റ്റ് വണ്ടി കയറലും വണ്ടി വിടുകയും ചെയ്തിട്ടുണ്ട്. അവർ നമ്മളവിടെ എത്തിച്ചു. പിന്നെ അവരോട് സലാം പറഞ്ഞു. നമ്മൾ നേരെ ഓടി പിന്നെ റെയിൽവേ ട്രെയിനിൽ കയറുന്നു. നമ്മളവിടുന്ന് ഭഗൽപൂരിൽ നിന്നും നമ്മളെ യാത്ര നേരെ തിരിച്ച് നാട്ടിലേക്ക്. പിന്നെ വിരസമായ പിന്നെ എന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ആകാംക്ഷയുള്ള ഒരു യാത്രയാണെങ്കിലും തിരിച്ചങ്ങോട്ടുള്ളത് കഴിഞ്ഞ ഓർമ്മകൾ കുറേ പേറിക്കൊണ്ടും പിന്നീട് ആ ട്രെയിനിലുള്ള ആ ഒരു 2-3 ദിവസത്തെ ഒരു 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 യാത്ര കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ, പാലക്കാട് വന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ മൂന്നാമത്തെ ദിവസം അതോടുകൂടി ആ ഒരു ബീഹാർ യാത്രയുടെ താൽക്കാലികമായ പര്യവസാനം കുറിക്കുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പറയാനുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ യാത്ര നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നതും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡുകൾ നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.